عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنوبنا كلها دقها وجلها وأولها وآخرها وعلانيتها وسرها. اللهم احفظنا واحفظ المسلمين في كل مكان. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അദ്ദാരിയാത്തിന്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിൽ 23 വരെയുള്ള ആയത്തുകളുടെ തഫ്സീറാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. അടുത്ത ആയത്ത് ഹൽ അതാക ഹദീസു ضيف إبراهيم المكرمين إذ دخلوا عليه فقالوا سلاما قال سلام قوم منكرون. ഹൽ അതാക, ഓ നബിയെ താങ്കൾക്ക് വന്നു കിട്ടിയോ, ഹദീസു ضيف ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതിഥികളെ കുറിച്ചുള്ള വർത്തമാനം. അൽ മുക്രമീൻ, ആ അതിഥികൾ മാന്യന്മാരായ ശ്രേഷ്ഠരായ അതിഥികളായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് വന്ന അതിഥികളുടെ വർത്തമാനം, ഓ നബിയെ താങ്കൾക്ക് വന്നു കിട്ടിയോ. ഹൽ അതാക, അല്ലാഹു അവന്റെ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ള മനോഹരമായ ഒരു ശൈലിയാണത്. ഹൽ അതാക ഹദീസു മൂസ, ഹൽ അതാക ഹദീസു അൽ-ഗാശിയ, ഹൽ അതാക ഹദീസു ضيف ഇബ്രാഹിം അൽ-മുക്രമീൻ ഇദ് ദഖലു അലൈഹി, അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് പ്രവേശിച്ചു. ഫഖാലു, എന്നിട്ട് അവർ പറഞ്ഞു സലാമ, സലാം പറഞ്ഞു. ഖാല, ഇബ്രാഹിം നബി പറഞ്ഞു സലാമുൻ, സലാം തിരിച്ചു പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഖൗമുൻ മുൻകറൂൻ, അറിയാത്ത പരിചയമില്ലാത്തൊരു കൂട്ടരാണല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് മനുഷ്യരൂപത്തിൽ, അതിഥികൾ എന്ന രൂപത്തിൽ വന്നത് മലക്കുകളായിരുന്നു. 3 മലക്കുകൾ, ജിബ്രീലും മീകായിലും ഇസ്രാഫീലുമായിരുന്നു അത് എന്ന് തഫ്സീറുകളിൽ കാണാം. വല്ലാഹു അലം. അവർ യഥാർത്ഥത്തിൽ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തെ നശിപ്പിക്കാനുള്ള അള്ളാഹുവിന്റെ കൽപ്പനയുമായി വന്നവരാണ്. അതിനിടയിൽ അവർ ഇബ്രാഹിം നബിയുടെ വീട്ടിലേക്ക് വരുന്നു. മനുഷ്യരൂപത്തിലാണ് വരുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകട്ടെ അതിഥിയെ എങ്ങനെ സൽക്കരിക്കണമെന്ന് പിന്നെ വരുന്നവർക്ക് മാതൃകയാകുന്ന രൂപത്തിൽ അവരോട് പെരുമാറി. നോക്കൂ, ഈ സൂറത്തിലെ ഈ ആയത്തുകളെ കുറിച്ച് ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പ്രത്യേകം സൂചിപ്പിച്ചത് കാണാം. ഈ ആയത്തുകളിൽ അതിഥി മര്യാദ വളരെ നല്ല രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതൃകയായി അള്ളാഹു പറഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണല്ലോ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലയുക്രിം ളൈഫഹ. ആരാണ് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത്, അവൻ അവന്റെ അതിഥിയെ ആദരിച്ചു കൊള്ളട്ടെ. ഇദ്ദഖലു അലൈഹി ഫഖാലു സലാമ, അവർ പറഞ്ഞു സലാമ. ഇബ്രാഹിം നബി പറഞ്ഞു സലാമുൻ. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം സലാമൻ എന്ന് നസ്ബ് ചെയ്ത്, അവിടെ തൻവീൻ ഫത്ഹാണുള്ളത്, നസ്ബ് ചെയ്തിട്ടാണുള്ളത്. സലാമ. ഇബ്രാഹിം നബി പറഞ്ഞ വാക്ക് തിരിച്ചു പറഞ്ഞത് സലാമുൻ എന്നാണ്. ഭാഷയിൽ സലാമ എന്ന് പറയുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് സലാമുൻ എന്ന വാക്ക്. കാരണം സലാം വഇദാ ഹുയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യു ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ, അഭിവാദ്യം അർപ്പിക്കപ്പെട്ടാൽ
അതിനേക്കാൾ നല്ലത് തിരിച്ചു പറയുക എന്നാണല്ലോ അള്ളാഹു കൽപ്പിച്ചത്. സലാം അലൈക്കും എന്ന് പറഞ്ഞ ആളോട് തിരിച്ചു പറയേണ്ടത് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ് എന്നാണ്. ഔ റുദ്ദൂഹ, അല്ലെങ്കിൽ അതുപോലുള്ളതെങ്കിലും തിരിച്ചു കൊടുക്കുക. കൂടുതലായി കൊടുക്കലാണ് കൂടുതൽ നല്ലത്. സലാം അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ ആൾക്ക് അതിൽ പറഞ്ഞതിനപ്പുറത്ത് തിരിച്ചഭിവാദ്യം ചെയ്യലാണ് കൂടുതൽ നല്ലത്. ഏറ്റവും ചുരുങ്ങിയത് പറഞ്ഞതെങ്കിലും തിരിച്ചു പറയണം. ഇവിടെ സലാമ എന്ന് പറഞ്ഞതിനേക്കാൾ ശ്രേഷ്ഠമാണ് സലാമുൻ എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. എന്നിട്ട് പറഞ്ഞു ഖൗമുൻ മുൻകറൂൻ, അറിയാത്ത ആളുകളാണല്ലോ എന്ന് പറഞ്ഞു. ആ വാക്കും മര്യാദയുടെ വാക്കാണ് എന്നാണ്. കാരണം നിങ്ങൾ ആരാ എന്നൊന്നുമല്ല, അറിയാത്ത ആളുകളാണല്ലോ, വേറെ ആരെയോ പറ്റി പറയുന്ന രൂപത്തിൽ പറഞ്ഞു. മര്യാദയുടെ വാക്കാണത്. ഫറാഗ ഇല അഹ്ലിഹി ഫജാഅ ബിഇജ്ലിൻ സമീൻ. ഫറാഗ ഇല അഹ്ലിഹി, ഫറാഗ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെന്നു. ഇല അഹ്ലിഹി, വീട്ടുകാരിയുടെ അരികിലേക്ക്, ഉള്ളിലേക്ക് കയറി. ഫജാഅ, എന്നിട്ട് കൊണ്ടുവന്നു. ബിഇജ്ലിൻ സമീൻ, ഒരു ഐജിലിനെ കൊണ്ടുവന്നു. ഐജിൽ എന്നാൽ കാളക്കുട്ടിയാണ്, പശുവിന്റെ ആൺകുട്ടി. സമീൻ, തടിച്ചത്. അതിനെ വേവിച്ചാണ് കൊണ്ടുവന്നത്. പരിശുദ്ധ ഖുർആനിൽ തന്നെ മറ്റൊരിടത്ത് കാണാം ഹനീദ്, ബിഇജ്ലിൻ ഹനീദ്, വേവിച്ചതിനെ കൊണ്ടുവന്നു. നോക്കൂ, ഇതിലും കാണാം ആദിത്യ മര്യാദ. ഫറാഗ ഇല അഹ്ലിഹി, കുടുംബ ഉള്ളിലേക്ക്. റാഗ എന്നാൽ അതിനർത്ഥം പതുക്കെ, അവർക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത രൂപത്തിൽ വേഗം പോവുക എന്നാണ്. അവർ കാണാത്ത രൂപത്തിൽ വേഗം ഉള്ളിലേക്ക് ചെന്നു, പെട്ടെന്ന് പരമാവധി വേഗത്തിൽ ഇത് കൊണ്ടുവന്നു. അത് ഒരു മര്യാദയാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ വന്ന അതിഥിക്ക് വേണ്ടുന്നത്, അവർക്ക് വേണ്ടുന്നത് അവരുടെ മുന്നിൽ വെച്ച് തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കാൻ എന്ന രൂപത്തിൽ ചെയ്യാതിരിക്കലാണ് കൂടുതൽ ശരിയായ മര്യാദ. അവർ കാണാത്ത രൂപത്തിൽ പോയി വേഗം ഇതും കൊണ്ടുവന്നു. നല്ല വിഭവമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവച്ചത്. ഐജിലിനെ, ഒരു കാളക്കുട്ടിയെ പൊരിച്ച് വേവിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഫഖറബഹു ഇലൈഹിം, അവരുടെ അടുത്തേക്ക് കൊണ്ടുവെക്കുന്നു. ഖാല അലാ തഅകുലൂൻ, എന്നിട്ട് ചോദിക്കുന്നു അലാ തഅകുലൂൻ, നിങ്ങൾ കഴിക്കുന്നില്ലേ? നോക്കൂ, അത് വേറൊരു മര്യാദയാണ്. ഫഖറബഹു ഇലൈഹിം, ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, അവരെ വേറൊരു സ്ഥലത്ത് കൊണ്ടുവച്ച് അങ്ങോട്ട് വിളിക്കുക കൂടി ചെയ്തില്ല, അവരിയ്ക്കുന്നിടത്ത് അങ്ങോട്ട് കൊണ്ടുകൊടുത്തു. ഫഖറബഹു, അതിനെ ഭക്ഷണം അങ്ങോട്ട് അവരിയ്ക്കുന്നിടത്ത് കൊണ്ടുകൊടുത്തു. എന്നിട്ട് ചോദിക്കാണ് അലാ തഅകുലൂൻ, നിങ്ങൾ കഴിക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു അലാ സബീലിൽ അർദി വത്തലത്തുഫ്, അലാ തഅകുൽ, കഴിക്കുന്നില്ലേ എന്ന വാക്ക് വളരെ സൗമ്യമായ നല്ല രൂപത്തിൽ അവരോട് കഴിക്കാൻ ആവശ്യപ്പെടലാണ്. അതേസമയം كما يقول القائل اليوم إن رأيت أن تتفضل وتحسن وتتصدق فافعل. ഇന്നത്തെ കാലത്ത് പറയുന്ന ചില പ്രയോഗങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു എന്നാണ്. അതേസമയം എന്തു പറഞ്ഞില്ല? ولم يأمرهم أمرا يشق على سامعه بصيغة الجزم، بل قال ألا تأكلون على سبيل العرض والتلطف، كما يقول القائل اليوم إذا رأيت أن تتفضل وتحسن وتتصدق فافعل. അതേസമയം അവരോടൊരു കൽപ്പിക്കുന്ന രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ല കഴിക്കും. അങ്ങനെ ഒരു കൽപ്പനയുടെ രൂപത്തിലല്ല, മറിച്ച് കഴിക്കുന്നില്ലേ എന്ന വളരെ മര്യാദയുള്ള രൂപത്തിലാണ് പറഞ്ഞത്. فأوجس منهم خيفة قالوا لا تخف وبشروه بغلام عليم. فأوجس منهم, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തോന്നി
ഖീഫത്തൻ, ഒരു ഭയം തോന്നി. കഴിക്കാൻ മുന്നിൽ ഭക്ഷണം കൊണ്ടുവച്ചു. പരിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം, അവരുടെ കൈ അതിലേക്ക് നീളുന്നില്ല എന്ന് കണ്ടപ്പോൾ എന്തോ ഒരു അസ്വാഭാവികത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തോന്നി, പേടി തോന്നി. എന്താണ് ഇവരാരാണെന്ന് എന്നൊരു ഭയം തോന്നി. ഖാലു, അവർ പറഞ്ഞു, ലാ തഖഫ്, താങ്കൾ പേടിക്കേണ്ടതില്ല. അവർ പറഞ്ഞു, ലാ തഖഫ് വബശ്ശറൂഹു, എന്നിട്ട് അവർ സന്തോഷ വാർത്ത അറിയിച്ചു. ബിഗുലാമിൻ, ഒരു മകനെ കുറിച്ച്, അലീമിൻ, ഇൽമുള്ള, അറിവുള്ള ഒരു മകനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചു. അഥവാ ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള സന്തോഷ വാർത്തയാണിത്. ഇസ്മായിൽ ജനിച്ചതിന് ശേഷമുള്ള സംഭവമാണ്. കാരണം ഈ സംഭവം നടക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ഭാര്യയായ സാറയുടെ അരികിൽ ആയിരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ സാറയാണ്. അവരിൽ ഇബ്രാഹിം നബിക്ക് മക്കൾ ഉണ്ടായില്ല ഒരുപാട് കാലം. പിന്നീട് ഇബ്രാഹിം നബിക്ക് ഹാജർ എന്ന അടിമയെ ലഭിച്ചു. യഥാർത്ഥത്തിൽ സാറയ്ക്ക് ലഭിച്ചതാണ്, സാറ ഇബ്രാഹിമിന് നൽകിയതാണ്. അവരിലാണ് ആദ്യത്തെ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത്. ഇസ്മായിലിനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത സൂറത്തു സാഫാത്തിൽ കാണാം. ഇസ്മായിലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് ബിഗുലാമിൻ ഹലീം, സഹനശീലനായ ഒരു മകൻ എന്ന. കാരണം അറുക്കാൻ കൊണ്ടുപോകുമ്പോൾ മഹത്തായ ക്ഷമ കാണിച്ച മകനാണത്. എന്നിട്ട് അറുക്കാൻ കൽപ്പിച്ചത് ആ മകനെ ആയിരുന്നു. പിന്നീടുണ്ടായ സംഭവം എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാൽ പിന്നീട് ഭാര്യയായ സാറയിൽ ജനിച്ച മകനാണ് ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാം. ഇസ്ഹാഖിനെ അല്ല അറുക്കാൻ കൽപ്പിച്ചത്. യഹൂദികൾ വിശ്വസിക്കുന്നു അറുക്കാൻ കൽപ്പിച്ചത് ആരെ? ഇസ്ഹാഖിനെയാണ്, ഇസ്മായിലിനെ അല്ല. അതെന്തുകൊണ്ടാ? അറബികളോടുള്ള അസൂയ കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. കാരണം അറബികൾ ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയാണ്. അപ്പൊ ആ ശ്രേഷ്ഠത ഇസ്മായിലിന് പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല. അവരുടെ പൂർവ്വപിതാക്കന്മാരിൽ പെട്ട ആളാണ് ഇസ്ഹാഖ്. കാരണം ഇസ്ഹാഖ് നബിയുടെ മകനാണ് യാക്കൂബ്. യാക്കൂബ് നബിയുടെ വേറൊരു പേരാണ് ഇസ്രായേൽ. അതുകൊണ്ട് അവരുടെ യാക്കൂബ് നബിയുടെ മക്കളാണ് അവർ, യഹൂദികൾ. യാക്കൂബ് നബിയുടെ സന്താന പരമ്പരയാണ് ബനു ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികൾ. അതുകൊണ്ട് ആ ശ്രേഷ്ഠത അവരുടെ പിതാമഹന് തന്നെ കിട്ടണം. ഇസ്മായിലിനെ കുറിച്ച് അവരത് പറയില്ല. എന്നാൽ മുസ്ലിമീങ്ങളിലെ പണ്ഡിതന്മാരിൽ ചിലർക്ക് അഭിപ്രായമുണ്ട്. അവരാ പറഞ്ഞത് യഹൂദികളെ പോലെ ഇസ്മായിൽ നബിയോടുള്ള ദേഷ്യം കൊണ്ടല്ല, മറിച്ച് അവരങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നതുകൊണ്ടാണ്. പക്ഷെ അത് തെറ്റാണ്. ശരിയായ അഭിപ്രായം എന്താണ്? ആദ്യത്തെ മകൻ ഇസ്മായിലാണ്. ഇസ്മായിലിനെയാണ് അള്ളാഹു അറുക്കാൻ കൽപ്പിച്ചത്, ഇസ്ഹാഖിനെ അല്ല. അതിനുള്ള പ്രധാനപ്പെട്ട തെളിവുകളിൽ ഒന്നെന്താണ്? പരിശുദ്ധ ഖുർആനിൽ ഇസ്ഹാഖിനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ തന്നെ അള്ളാഹു അറിയിച്ചിട്ടുണ്ട്, വമിൻ വറാഇ ഇസ്ഹാഖ യാഖൂബ്. ഇസ്ഹാഖ് നബിയുടെ പിന്നാലെ മകനായ ഇസ്ഹാഖിന് യാഖൂബ് എന്ന മകൻ ജനിക്കും എന്ന സന്തോഷ വാർത്ത കൂടി ഇബ്രാഹിം നബിക്ക് അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഖുർആനിൽ കാണാം. അത് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. കാരണം ഇബ്രാഹിം നബി മരണപ്പെടുന്നതിന് മുൻപ് തന്നെ ഇസ്ഹാഖിന് യാഖൂബ് എന്ന മകൻ ജനിച്ചിരുന്നു. അപ്പൊ ആ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ പിന്നെ ഉറപ്പാണ് ഈ മകൻ വലുതാകും, വിവാഹം കഴിക്കും, മകൻ ഉണ്ടാകും. പിന്നെ ഇറക്കാൻ പറയുമോ? ഇല്ല. കാരണം അപ്പോ നേരത്തെ അറിയിച്ച സന്തോഷ വാർത്തക്ക് എതിരാകും അത്. ഇസ്ഹാഖിന് യാക്കൂബ് എന്ന മകൻ ഉണ്ടാകുമെന്ന് അള്ളാഹു അറിയിച്ച സന്തോഷ വാർത്തയാണ്. എന്നാൽ ഇസ്മായിലിനെ കുറിച്ച് അത് വന്നിട്ടില്ല. മാത്രമല്ല ഖുർആനിൽ സൂറത്ത് സാഫാത്തിൽ അത് വ്യക്തമാണ്. ഇസ്മായിലിന്റെ കാര്യം പറഞ്ഞ് അറുക്കാൻ കൊണ്ടുപോയത് പറഞ്ഞു അതിനുശേഷം പറയുന്നത് കാണാം ഇസ്ഹാഖിനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അള്ളാഹു അറിയിച്ചത്. സൂറത്ത് സാഫാത്തിലെ ആ ആയത്തുകൾ ഓതി നോക്കിയാൽ അത് വ്യക്തമാകും. അപ്പോൾ ഇവിടെ ഇത് സാറയെക്കുറിച്ചുള്ള, ഭാര്യയായ സാറയിൽ ഇസ്ഹാഖ് എന്ന മകൻ ജനിക്കുമെന്ന സന്തോഷ വാർത്തയാണ് ഇവിടെ അറിയിച്ചത്. അള്ളാഹു പറയുന്നു, فأقبلت امرأته في صرة فصكت وجهها وقالت عجوز عقيم. فأقبلت, അപ്പോൾ അതാ വരുന്നു, ഇമ്രഅതുഹു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ
ഭാര്യ അതാ വരുന്നു. ഫീ സർറത്തിൻ, ഒരു ശബ്ദമുണ്ടാക്കി കൊണ്ടുവരുന്നു അത്ഭുതം കൊണ്ട്. ഫസക്കത്ത് വജ്ഹഹ, എന്നിട്ട് അവർ അവരുടെ മുഖത്തടിച്ചു. സ്വന്തം മുഖത്ത് അത്ഭുതം കൊണ്ടവർ കൈകൊണ്ട് അടിച്ചുപോയി. കാരണം എന്താ? അവർ പറയുന്നു വഖാലത്ത്, അവർ പറഞ്ഞു അജൂസുൻ അഖീം. അജൂസ് എന്നാൽ എന്താണ്? പറ്റ വയസ്സായ സ്ത്രീ, ഒരു കിഴവി എന്നാണ് അജൂസ് എന്ന് പറഞ്ഞാൽ അർത്ഥം. അഖീം എന്നാൽ പ്രസവിക്കാത്ത വന്ധ്യയായ സ്ത്രീ. അവർ പറയുന്നു അജൂസായ, ഈ കിഴവിയായ പ്രസവിക്കാത്ത ഞാനോ? അവർ ചോദിക്കണം. അത്ഭുതം കൊണ്ട് ഒച്ചയിട്ട് കൈകൊണ്ട് മുഖത്തടിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ സാറ റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ് വഖാലത്ത് അജൂസുൻ അഖീം. എന്നാൽ ആ മലക്കുകൾ പറഞ്ഞു, ഖാലു, അവർ പറഞ്ഞു, കദാലികി, അതെ അങ്ങനെ തന്നെ, ഖാല റബ്ബുകി, നിന്റെ റബ്ബ് പറഞ്ഞതാണ്, ഇന്നഹു ഹുവൽ ഹകീമുൽ അലീം, അവനാണ് ഹക്കീമും അലീമും, അങ്ങേയറ്റത്തെ യുക്തിയുള്ളവൻ. അവന്റെ ഏത് പ്രവർത്തനത്തിന്റെ പിന്നിലും അവന്റെ മഹത്തായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. നമുക്കത് നന്മയായി തോന്നട്ടെ തിന്മയായി തോന്നട്ടെ, ഏത് കാര്യം ദുനിയാവിൽ നടന്നിട്ടുണ്ടോ അതിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ ഹിക്മത്തുണ്ട്. ഹിക്മത്തില്ലാതെ ഒരു കാര്യവും ദുനിയാവിൽ നടക്കൂല. അള്ളാഹുവിന്റെ മഹത്തായ യുക്തിയും അവന്റെ മഹത്തായ ഉദ്ദേശ ലക്ഷ്യങ്ങളും അതിന്റെ പിന്നിലുണ്ട്. ഇതില്ലാതെ ഒരു കാര്യവും, ഒരൊറ്റ കാര്യവും ആകാശഭൂമികളിൽ സംഭവിക്കുകയില്ല. അൽ അലീം, അവനെല്ലാം അറിയുന്നവനാണ്. അവന്റെ അറിവനുസരിച്ച് എല്ലാം സംഭവിക്കുള്ളൂ. പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് കാണാം, ഇത് പറഞ്ഞപ്പോ ഖുർആനിൽ സൂറത്ത് ഹൂദിൽ കാണാം, അവർ പറഞ്ഞു ഖാലത്ത് യാ വൈലതാ അലിദു, ഞാൻ പ്രസവിക്കാനോ, വഅന അജൂസുൻ, ഞാനാകട്ടെ ഒരു കിഴവിയാണ്, വഹാദാ ബഅലി ശൈഖാ, ഇതാ എന്റെ ഭർത്താവും ഒരു ശൈഖ്, ഒരു വൃദ്ധനാണ്. ഇങ്ങനെ ആയിരിക്കെ ഞാൻ പ്രസവിക്കുകയോ, ഇന്ന ഹാദാ ലശൈഉൻ അജീബ്, അത്ഭുതകരമായ ഒരു കാര്യമാണല്ലോ. അപ്പൊ മലക്കുകൾ ചോദിച്ചു, ഖാലു അതഅജബീന മിൻ അംരില്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പനയെ കുറിച്ച് നീ അത്ഭുതപ്പെടുകയോ? റഹ്മത്തുല്ലാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത് ഇന്നഹു ഹമീദും മജീദ്, അല്ലാഹുവിന്റെ റഹ്മത്തും അവൻ നിന്നുള്ള ബറക്കത്തുകളും അവന്റെ അനുഗ്രഹങ്ങളും ഓ വീട്ടുകാരെ നിങ്ങൾക്കുണ്ടാകട്ടെ, അവനാണ് ഹമീദും മജീദ്, അങ്ങേയറ്റം സ്തുതികൾക്കർഹൻ, ഏറ്റവും മഹത്വമുള്ളവൻ. അപ്പൊ ഇങ്ങനെ അവർ അത്ഭുതപ്പെട്ടു. എന്നാൽ അത് ആണ് സംഭവിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വളരെയധികം പ്രായം ചെന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മക്കളെ നൽകി. സൂറത്ത് ഇബ്രാഹിമിൽ ഇബ്രാഹിം നബിയുടെ ദുആയി കാണാം, അൽഹംദുലില്ലാഹില്ലദീ വഹബ ലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ് ഇന്ന റബ്ബി ലസമീഉദ് ദുആ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് എല്ലാ സ്തുതിയും. അവൻ ആരാൻ? വഹബ ലി അലൽ കിബരി, വയസ്സായതിനു ശേഷം എനിക്ക് നൽകി, ഇസ്മാഈല വ ഇസ്ഹാഖ്, ഇസ്മാഈലിനെയും ഇസ്ഹാഖിനെയും. ഇന്ന റബ്ബി ലസമീഉദ് ദുആ, എന്റെ റബ്ബ് ദുആ കേൾക്കുന്നവൻ തന്നെയാണ്, പ്രാർത്ഥന കേട്ട് അതിന് ഉത്തരം നൽകുന്നവൻ തന്നെയാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ സന്തോഷ വാർത്ത മലായികത്ത് അറിയിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ അവർ അതിനു മാത്രം വന്ന മലക്കുകളല്ല, അവർ വേറൊരു പ്രധാനപ്പെട്ട കാര്യത്തിനു കൂടിയാണ് ഭൂമിയിലേക്ക് വന്നത്. മനുഷ്യരൂപത്തിലാണ് വന്നത്. നോക്കണം, മലായികത്ത് അള്ളാഹു ഉദ്ദേശിച്ചാൽ മനുഷ്യരൂപത്തിൽ വരും. ജിബ്രീൽ മനുഷ്യരൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ടുണ്ട്, സഹാബത്തൊക്കെ കണ്ടിട്ടുണ്ട് മനുഷ്യരൂപത്തിൽ. അതുപോലെ നോക്കൂ, ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ ഖലീലാണ്, പക്ഷേ ഗൈബ് അറിയില്ല, അദൃശ്യം അറിയില്ല. നേരെ മുന്നിൽ വന്നിരിക്കുന്ന മലക്കുകളാന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത്, മലക്കുകൾക്ക് എന്തിനാണ് ഭക്ഷണം? അവർക്ക് ഭക്ഷണം വേണ്ട. പക്ഷെ മുന്നിൽ വന്നിരിക്കുന്നവർ മലക്കുകളാണെന്ന് ആരറിയുന്നില്ല? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിയുന്നില്ല. അള്ളാഹുവിന്റെ നബിമാർ, അവർക്ക് ഗൈബ് അറിയില്ല, അദൃശ്യമറിയില്ല. അള്ളാഹു അറിയിച്ചു കൊടുത്തത് എന്തോ അതേ അവർക്കറിയൂ, അത് അപ്പുറത്തറിയില്ല. നിരുപാധികം ഗൈബ് അറിയുന്നവൻ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. പറയുക, ആകാശങ്ങളിലോ ഭൂമിയിലോ ഒരാളും ഗൈബ് അറിയുകയില്ല, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. എപ്പോഴാണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നതുപോലും അവർ അറിയുകയില്ല.
അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ കൽപ്പിച്ചു, വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈരി വമാ മസ്സനി യസ്സൂ. എനിക്ക് ഗൈബ് അറിയുമായിരുന്നുവെങ്കിൽ ധാരാളം ഗുണകരമായ പ്രയോജനപ്രദമായ കാര്യങ്ങൾ അത് ഞാൻ ചെയ്തേനെ, എനിക്കൊരു പ്രയാസവും ഉണ്ടാകുമായിരുന്നില്ല. എനിക്ക് ഗൈബ് അറിയുമായിരുന്നെങ്കിൽ എന്തുണ്ടാവും? എനിക്ക് നന്മ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഷർറ് വരും, ഇന്ന വഴിക്ക് പോയാൽ അപകടമാണെന്ന്, ഇന്നത് ചെയ്താൽ കുഴപ്പം വരുമെന്ന് കണ്ടാൽ നേരത്തെ അറിയുമെങ്കിൽ നമ്മൾ ആരെങ്കിലും ചെയ്യോ? ഇല്ല. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ആ ഗൈബ് അറിയുകയില്ല. അതുകൊണ്ടാണ് ഉഹദിൽ ശത്രുക്കളുടെ ആയുധമേറ്റ് അവിടുത്തെ മുഖത്ത് മുറിവേറ്റത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ മുന്നിലെ പല്ലുപൊട്ടിയത് സ്വല്ലല്ലാഹു വസല്ലമു അലൈഹി. കാരണം അവിടുത്തെ ഗൈബ് അറിയുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ നബിയേക്കാൾ ശ്രേഷ്ഠത കുറഞ്ഞ ഔലിയാക്കൾ, സാലിഹീങ്ങൾ, അങ്ങനെയുള്ള ആളുകൾക്ക് ഗൈബ് അറിയുക? ശൈത്താന്റെ മിത്രങ്ങളായ ജ്യോത്സ്യന്മാർക്കും ഭാവി അറിയാമെന്ന് വാദിക്കുന്ന തങ്ങന്മാർക്കും ഗൈബ് അറിയുക? അല്ലാഹുവിന്റെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ലെങ്കിൽ ഇല്ല. അതൊക്കെ ചില പൈശാചിക കളികൾ മാത്രം, ശൈത്താൻ എത്തിച്ചു കൊടുക്കുന്ന ചില വിവരങ്ങൾ മാത്രമാണ് അവർ പറയുന്നത്. അത് ഗൈബല്ല, അത് ഗൈബല്ല. ഗൈബ് അറിയുക അല്ലാഹുവിന് മാത്രമാണ്. ഖാല ഫമാ ഖത്ബുകും അയ്യുഹൽ മുർസലൂൻ. ഖാല, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, ഫമാ ഖത്ബുകും, എന്താണ് നിങ്ങളുടെ വിവരം? അയ്യുഹൽ മുർസലൂൻ, ഓ അല്ലാഹുവിന്റെ ദൂതന്മാരെ. നോക്കൂ, മുർസൽ എന്ന് വിളിച്ചത് ഇവിടെ ആരെയാണ്? മലക്കുകളെ. മലക്കുകൾക്കും എന്തു പറയും? മലക്കുകളിലും റസൂലുകളുണ്ട്. ഇന്നല്ലാഹ അസ്തഫാ മിനൽ മലായികതി റുസുലൻ വമിനൻ നാസ്. അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ അസ്തഫാ, അല്ലാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു, മിനൽ മലായികതി റുസുല, മലക്കുകളിൽ നിന്ന് റസൂലുകളെ, വമിനൻ നാസ്, ജനങ്ങളിൽ നിന്നും. അല്ലാഹുവിന്റെ സന്ദേശവുമായി വരുന്ന മലക്കുകൾ, അവരെയാണ് റസൂലുകൾ എന്ന് പറഞ്ഞത്, ദൂതന്മാർ എന്ന അർത്ഥത്തിൽ. അതുപോലെ ആ മലക്കുകളിൽ നിന്ന് അള്ളാഹുവിന്റെ റിസാലത്ത് കിട്ടിയിട്ടുള്ള മനുഷ്യരിലെ റസൂലുകൾ അവരുമുണ്ട്. നോക്കൂ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്താണ് ഓ അള്ളാഹുവിന്റെ ദൂതന്മാരായ മലക്കുകളെ, നിങ്ങളുടെ കാര്യം എന്താണ്? എന്തിനാണ് നിങ്ങൾ വന്നത്? ഖാലു, അവർ പറഞ്ഞു, ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമിൻ മുജ്രിമീൻ. ഇന്നാ ഉർസിൽനാ, ഞങ്ങൾ അയക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ അള്ളാഹു അയച്ചിരിക്കുന്നു, ഇലാ ഖൗമിൻ മുജ്രിമീൻ, കുറ്റവാളികളായ ഒരു കൂട്ടരുടെ, ഒരു വിഭാഗത്തിന്റെ അരികിലേക്ക്. അവരാരാണ്? ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഭാഗമാണ്. ലൂത്ത് നബിയുടെ ജനതയാണ്. സ്വവർഗരതിയായിരുന്നു അവരിലെ തിന്മ. അവർക്ക് മുൻപ് ഒരാളും ആ തെറ്റ് ചെയ്തിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായി വിലക്കിയിട്ടുള്ള അൽ ഫാഹിഷ എന്നാണ് അല്ലാഹു സ്വവർഗരതിയെ വിശേഷിപ്പിച്ചത്. വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞത് ഫാഹിഷ എന്നാണ്, അലിഫ്ലാമില്ലാതെ. അലിഫ്ലാമോടെയാണ് എന്തിനും പറഞ്ഞത്? സ്വവർഗരതിയെ. അതിനേക്കാൾ കടുത്തതാണത്. വ്യഭിചാരത്തെക്കാൾ കടുത്ത തെറ്റാണ് സ്വവർഗരതി എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കോപത്തിന് വിധേയമാകുന്ന ആ ജനങ്ങളെ അള്ളാഹു നശിപ്പിച്ചതുപോലെ ഒരു കൗമിനെയും അള്ളാഹു നശിപ്പിച്ചിട്ടില്ല എന്നാണ്. ഇത്രയും കടുത്ത തെറ്റാണ്. അവരതിൽ മതിമറന്നു, അവർ അതിൽ മുങ്ങിക്കുളിച്ചു, അതിന്റെ ആളുകളായി തീർന്നു, അത് തിന്മയല്ലാതെ ആയി തീർന്നു. ഇന്ന് ചില ആളുകൾ ശ്രമിക്കുന്നത് പോലെ തിന്മയല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഒരു നിയന്ത്രണവും ഒന്നിനും പാടില്ല എന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. നാളെ എന്തൊക്കെ അവർ അനുവദിക്കും? നമുക്കിന്ന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യങ്ങൾ അവരനുവദിക്കും. അതും അനുവദിക്കണമെന്ന് പറയും. എന്നാൽ അവനവന്റെ വീട്ടിൽ, അവനവന്റെ മക്കളുടെ കാര്യത്തിൽ ബുദ്ധിയുള്ള, ലേശമെങ്കിലും വിവേകമുള്ള ഒരാൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുമോ? ഒരിക്കലുമില്ല.
ഈ വിഭാഗത്തെ അള്ളാഹു നശിപ്പിക്കാനായി മലായികത്തിനെ അവരിലേക്ക് അയച്ചു. അവരാണ് മലക്കുകൾ പറയുന്നത് മുജ്രിമുകൾ, കുറ്റവാളികളായ ഒരു വിഭാഗത്തെ നശിപ്പിക്കാൻ അവരിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. ലിനുർസില അലൈഹിം, അവരിലേക്ക് അയക്കാൻ, ഹിജാറതൻ മിൻ തീൻ, ഹിജാറ കല്ലുകൾ, മിൻ തീൻ, തീൻ കൊണ്ടുള്ള കല്ലുകൾ അഥവാ ചുട്ടുപൊള്ളുന്ന കല്ലുകൾ അവർക്ക് നേരെ അയക്കാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. മുസവ്വമതൻ ഇൻദ റബ്ബിക ലിൽ മുസ്രിഫീൻ, ആ കല്ലുകളുടെ പ്രത്യേകത എന്താണ്? മുസവ്വമതൻ, അടയാളം വെച്ചിട്ടുണ്ടതിൽ, ഇൻദ റബ്ബിക, താങ്കളുടെ റബ്ബിന്റെ അരികിൽ, ലിൽ മുസ്രിഫീൻ, ആ അതിരുവിട്ട അതിക്രമികളായ ആളുകൾക്ക് അടയാളം വെച്ച കല്ലാണ്. അടയാളം വെച്ചതെന്നാൽ ഇമാം ഇബ്നു കസീർ പറഞ്ഞു, മുക്തതബതുൻ ഇൻദഹു ബിഅസ്മാഇഹിം കുല്ലു ഹജറിൻ അലൈഹി ഇസ്മു സാഹിബിഹി, എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് ഓരോ കല്ല് ഏതവന്റെ ശരീരത്തിലാണ് പതിക്കേണ്ടത് എന്ന് അവന്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അതിന്റെ തഫ്സീർ. മുസവ്വമതൻ ഇൻദ റബ്ബിക ലിൽ മുസ്രിഫീൻ. അങ്ങനെ ഈ മലായികത്ത് അവരുടെ അരികിലേക്ക് ചെന്നു. ഇബ്രാഹിം നബി അവരോട് ചോദിച്ചു, അവിടെ ലൂത്തുണ്ടല്ലോ? അവർ പറഞ്ഞു, ലൂത്തിനെയും കുടുംബത്തെയും ഞങ്ങൾ രക്ഷിക്കും, ലൂത്തിന്റെ ഭാര്യ ഒഴികെ. ആ നാട്ടിലാകെ ഒരു ഇസ്ലാമിന്റെ വെളിച്ചമുള്ള വീടാണുള്ളത്, ലൂത്ത് നബിയാണ്. ലൂത്ത് നബി 2 പെൺമക്കളും മാത്രമേ ഉണ്ടായിരുന്നു എന്നാണ്. അവരെ രക്ഷപ്പെട്ടുള്ളൂ. ലൂത്ത് നബിയുടെ ഭാര്യ ലൂത്ത് നബിയെ വഞ്ചിച്ചു. വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ ഈമാനിൽ വഞ്ചിച്ചു, അല്ലാതെ അവർ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മറ്റൊരു പുരുഷനുമായി ബന്ധം വെച്ച് വഞ്ചിച്ചു എന്നല്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് തഹരീമിൽ അല്ലാഹു പറഞ്ഞു, ദറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹ് വഇംറഅത ലൂത്ത് കാനതാ തഹ്ത അബ്ദൈൻ മിൻ ഇബാദിന സാലിഹൈൻ ഫഖാനതാഹുമാ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ വഖീല ദഖുല അന്നാറ മഅ അദ്ദാഖിലീൻ. കാഫിറുകൾക്ക് ഉദാഹരണമായി അല്ലാഹു നൂഹിന്റെയും ലൂത്തിന്റെയും ഭാര്യമാരെ ഉദാഹരണമായി എടുത്തു പറയുന്നു. അവർ സാലിഹുകളായ 2 അടിമകളുടെ, നമ്മുടെ അടിമകളുടെ കീഴിലായിരുന്നു. പക്ഷേ അവർ അവരുടെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചു. അവർക്കൊരു ഉപകാരവും ഖിയാമത്ത് നാളിൽ ചെയ്തു കൊടുക്കുകയില്ല. ലൂത്ത് നബിയുടെ ഭാര്യയാണ്, നൂഹ് നബിയുടെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നരകത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂടെ പ്രവേശിച്ചോളൂ, നിങ്ങളും കടന്നോളൂ എന്ന് അല്ലാഹു അവരോട് പറയും. അവിടെയും വഞ്ചിച്ചു എന്ന് അല്ലാഹു പറഞ്ഞു. മുഫസ്സിറുകൾ പ്രത്യേകം എടുത്തു പറഞ്ഞത് കാണാം. വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ ഈമാനിൽ വഞ്ചിച്ചു എന്നാണ്. അഥവാ അവർ മുശ്രിക്കുകളുടെ കൂട്ടത്തിലായിരുന്നു, അല്ലാതെ പരപുരുഷന്മാരുമായി അവർക്ക് ബന്ധമുണ്ടായിരുന്നു എന്നല്ല. കാരണം എന്താ? നബിമാരുടെ ഫിറാഷ്, അള്ളാഹുന്റെ റസൂലുകളുടെ ഭാര്യമാരെ അള്ളാഹു അതിൽ നിന്ന് കാക്കും. അള്ളാഹുവിന്റെ നബിമാരുടെ ഭാര്യമാർ ഒരിക്കലും അവർക്ക് അവിഹിത ബന്ധങ്ങൾ ഉണ്ടാവുകയില്ല. നസ്അലുല്ലാഹൽ ആഫിയത വസ്സലാമ. എന്നാൽ ഈ ശിർക്കിൽ, കുഫറിൽ അവർ പെട്ടു. ആ കൂട്ടത്തിലായിരുന്നു ലൂത്ത് നബിയുടെ ഭാര്യയും. അവർ ആ ജനങ്ങളുടെ കൂട്ടത്തിൽ പെട്ടു. തിരിഞ്ഞു നോക്കരുത്, സുബ്ഹിന് മുമ്പുള്ള നേരത്ത് ഈ ഗ്രാമം വിട്ട്, ഈ നാട് വിട്ട് നിങ്ങൾ പോവുക എന്ന് മലക്കുകൾ ലൂത്ത് നബിയോടും കുടുംബത്തോടും പറഞ്ഞു. അവർ പോയി. എന്നാൽ ഈ ലൂത്ത് നബിയുടെ ഭാര്യ അവർ തിരിഞ്ഞു നോക്കി. എന്നാൽ ആ കല്ലുകളിൽ ഒന്ന് അവരുടെ മേൽ പതിച്ചു എന്ന് തഫ്സീറുകളിൽ കാണാം. അല്ലാഹു ഇതാ പറയുന്നു, ഫഅഖ്റജ്നാ മൻ കാന ഫീഹാ മിനൽ മുഅ്മിനീൻ ഫമാ വജദ്നാ ഫീഹാ ഗൈറ ബൈത്തിൻ മിനൽ മുസ്ലിമീൻ. ഫഅഖ്റജ്നാ, അങ്ങനെ നാം പുറത്തേക്ക് കൊണ്ടുവന്നു, രക്ഷിച്ചു. മൻ കാന ഫീഹാ, ആ നാട്ടിൽ ആരാണോ ഉണ്ടായിരുന്നത്, മിനൽ മുഅ്മിനീൻ, മുഅ്മിനുകളായ ഈമാനുള്ള ആരാണോ ആ നാട്ടിൽ, അവരെ നാം രക്ഷിച്ചു. അവരാരാ? ലൂത്ത് നബിയും കുടുംബവും മാത്രം. ഫമാ വജദ്നാ ഫീഹാ, നാം അവിടെ കണ്ടില്ല, ഗൈറ ബൈത്തിൻ, ഒരൊറ്റ വീടല്ലാതെ, മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ വീടായി ഒരു വീടല്ലാതെ അവിടെ ഉണ്ടായിരുന്നില്ല. അതാരുടെ വീടാണ്? ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്. നോക്കൂ, ഈ 2 ആയത്തുകളുടെ പ്രത്യേകത. മുഅ്മിനീങ്ങളെ നാം രക്ഷിച്ചു, മുസ്ലിമീങ്ങളുടെ ഒരു വീടല്ലാതെ മറ്റൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നും പറഞ്ഞു. യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഉച്ചരിക്കുന്ന എല്ലാവർക്കും പറയുന്ന പേരാണ്. പ്രകടമായി ശിർക്കോ കുഫറോ ചെയ്യാത്ത, നിസ്കരിക്കുന്ന ഏതൊരാളും മുസ്ലിമാണ്.
ഏതാൽ മുഅ്മിൻ എന്നാൽ അത് അതിന്റെ മുകളിലുള്ള പദവിയാണ്. എല്ലാ മുസ്ലിമും മുഅ്മിനല്ല, പക്ഷെ എല്ലാ മുഅ്മിനും മുസ്ലിമാണ്. പക്ഷേ ഈ ആയത്ത് ചില ആളുകൾ തെറ്റിദ്ധരിച്ചു. ഇവിടെ മുഅ്മിനീങ്ങളുടെ വീട് എന്നും മുഅ്മിനീങ്ങളെ നാം രക്ഷിച്ചു എന്നും തൊട്ടടുത്ത ആയത്തിൽ മുസ്ലിമീങ്ങളുടെ ഒരു വീടേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ രണ്ടും ഒന്നല്ലേ എന്ന് ചില ആളുകൾ ഈ ആയത്തിൽ തെറ്റിദ്ധരിച്ചു. പക്ഷെ മറ്റായത്തുകളിൽ വ്യക്തമാണ്. قالت الأعراب آمنا قل لم تؤمنوا ولكن قولوا أسلمنا ولما يدخل الإيمان في قلوبكم. സൂറത്തു അൽ ഹുജറാത്തിൽ അല്ലാഹു പറഞ്ഞു, അറാബികൾ, ഗ്രാമീണരായ അറബികൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ മുഅ്മിനുകളായിരിക്കുന്നു. ഖുൽ ലം തുഅ്മിനു, നബിയെ പറയുക നിങ്ങൾ മുഅ്മിനുകളായിട്ടില്ല. വലാകിൻ ഖുലു അസ്ലംന, മുസ്ലിമീങ്ങളായി എന്ന് നിങ്ങൾ പറഞ്ഞോളൂ. ഈമാൻ നിങ്ങളുടെ ഉള്ളിൽ കയറിയിട്ടില്ല, ഹൃദയത്തിൽ കയറിയിട്ടില്ല. അപ്പൊ അതുപോലുള്ള ആയത്തുകളിൽ വ്യക്തമാണ് ഇസ്ലാമിനേക്കാൾ മുന്തിയ പദവിയാണ് ഈമാൻ എന്നത്. എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് പറഞ്ഞാൽ, അല്ല രണ്ടും ഒറ്റയായി പറഞ്ഞാൽ രണ്ടും ഉൾപ്പെടും. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കൽ ദീൻ എന്നാൽ ഇസ്ലാം മാത്രമാണ്. പുറമേക്ക് ചെയ്യുന്ന അമലാണോ അവിടെ ഉദ്ദേശം? അത് മാത്രമാണോ? അല്ല, ഉള്ളിലുള്ള വിശ്വാസവും ഇസ്ലാമും അടക്കം. അതുപോലെ ഈമാൻ ഒറ്റക്ക് പറഞ്ഞാൽ അതിൽ പുറമേക്ക് ചെയ്യുന്ന അമലും ഉള്ളിലുള്ള വിശ്വാസം ഉൾപ്പെടും. പക്ഷെ ഈമാനും ഇസ്ലാം ഒരുമിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ മുസ്ലിമിനെയും മുഅ്മിനെയും ഒരുമിച്ച് പറഞ്ഞാൽ, ഒരേ സന്ദർഭത്തിൽ പറഞ്ഞാൽ അവിടെ ഇസ്ലാം കൊണ്ടുള്ള അർത്ഥം പുറമേക്ക് കാണുന്നതാണ്, ഈമാൻ കൊണ്ടുള്ള അർത്ഥം ഉള്ളിലുള്ളതും. ഈ വ്യത്യാസമുണ്ട്. ഈ ആയത്തുകളിൽ വ്യത്യാസമില്ല എന്ന് ചിലർക്ക് തോന്നിയേക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വളരെ മുന്തിയ രൂപത്തിൽ അതിനെ വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞത് കാണാം, അള്ളാഹു അവിടെയുള്ള മുഅ്മിനീങ്ങളെ നാം രക്ഷിച്ചു എന്ന് പറഞ്ഞു. അവിടെ മുഅ്മിനീങ്ങൾ എന്നാണ് പറഞ്ഞത്. എന്നാലോ മുസ്ലിമീങ്ങളുടെ ഒരു വീടേ അവിടെ ഉണ്ടായിട്ടുള്ളൂ, അവിടെ മുസ്ലിമീങ്ങളുടെ വീട് എന്ന് പറഞ്ഞു. കാരണം എന്താ? ആ വീട്ടിലായിരുന്നു ലൂത്ത് നബിയുടെ ഭാര്യ ഉണ്ടായിരുന്നത്. അവർ പുറമേക്ക് മാത്രമേ എന്തായിട്ടുള്ളൂ, ഇസ്ലാം കാണിച്ചിട്ടുള്ളൂ, ഉള്ളിലില്ല. അപ്പൊ അള്ളാഹു വീടിന്റെ കാര്യം പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു? മുസ്ലിമീങ്ങളുടെ എന്ന് പറഞ്ഞു. എന്നാൽ കാരണം എന്താ? യഥാർത്ഥ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഉള്ളിൽ ഇസ്ലാമില്ലാത്ത ഒരാളും കൂടി അവിടെ ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ അള്ളാഹു അങ്ങനെ പറഞ്ഞു. എന്നാൽ രക്ഷപ്പെടുത്തിയവരുടെ കാര്യം പറഞ്ഞപ്പോഴോ മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. ഫഅഖ്റജ്നാ മൻ കാന ഫീഹാ മിനൽ മുഅ്മിനീൻ. അങ്ങനെ അവിടെയുള്ള മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ, അല്ലാഹുവിലും അവന്റെ റസൂലുകളിലും യഥാർത്ഥത്തിൽ വിശ്വസിച്ചിട്ടുള്ളവരെ നാം രക്ഷപ്പെടുത്തി. ഫമാ വജദ്നാ ഫീഹാ, ആ നാട്ടിൽ നാം കണ്ടില്ല, ഗൈറ ബൈത്തിൻ, ഒരൊറ്റ വീടല്ലാതെ, മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ വീടായി ഒരു വീടല്ലാതെ നാം കണ്ടില്ല. വതറക്നാ ഫീഹാ, നാം അവിടെ ഉപേക്ഷിച്ചു, അവിടെ വിട്ടേച്ചു, ആയതൻ, ഒരു ആയത്ത്, തെളിവ്, ദൃഷ്ടാന്തം, ലില്ലദീന യഖാഫൂന, ഭയപ്പെടുന്നവർക്ക് വേണ്ടി, അൽ അദാബൽ അലീം, അല്ലാഹുവിന്റെ കടുത്ത ശിക്ഷ, വേദനയേറിയ ശിക്ഷ ഭയപ്പെടുന്നവർക്ക് ഒരു തെളിവ് നാം അവിടെ അവശേഷിപ്പിച്ചു. വതറക്നാ ഫീഹാ ആയതൻ ലില്ലദീന യഖാഫൂന അൽ അദാബൽ അലീം. ആ നാട് സദൂം എന്ന പ്രദേശം ഇന്നും ചാവുകടൽ എന്ന പേരിൽ അവിടെ നിലനിൽക്കുന്നു. ഇമാം ഇബ്നു കസീർ പറഞ്ഞതുപോലെ ജഅൽനാഹാ ഇബ്റതൻ, നാം അതൊരു ഗുണപാഠമാക്കി അവിടെ നിർത്തി. അവർക്ക് നാം ഇറക്കിയ കടുത്ത ശിക്ഷ അതിനുള്ള ആ സംഭവത്തിലുള്ള പാഠമായി. വജഅൽനാ മഹല്ലതഹും ബുഹൈറതൻ മുൻതിനതൻ ഖബീസതൻ, അവരുടെ ആ പ്രദേശം ഒരു ചെറിയ കടലാക്കി, ഒരു ജലാശയമാക്കി, ദുർഗന്ധമുള്ള വൃത്തികെട്ട ഒരു ജലാശയം, മുഅ്മിനീങ്ങൾക്ക് ഗുണപാഠമായിക്കൊണ്ട്. ലില്ലദീന യഖാഫൂന അൽ അദാബൽ അലീം, അല്ലാഹുവിന്റെ വേദനയേറിയ ശിക്ഷയെ ഭയപ്പെടുന്നവർക്കുള്ള ഗുണപാഠം, അവർക്കുള്ള ദൃഷ്ടാന്തം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങി എന്ന് അറിയുന്ന സ്ഥലമെത്തിയാൽ എന്ത് ചെയ്യും? വേഗത്തിൽ അവിടെ വിട്ടുകിടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അതുപോലുള്ള സ്ഥലത്ത് നിങ്ങൾ കരഞ്ഞുകൊണ്ടല്ലാതെ പ്രവേശിക്കരുത്, അല്ലെങ്കിൽ അവർക്കുണ്ടായ ശിക്ഷ നിങ്ങൾക്കും ഉണ്ടായേക്കാം. സുബ്ഹാനല്ലാഹ്. ഇന്ന് ചില ആളുകൾ അവിടെ ഉല്ലാസത്തിന് പോവുകയാണ്. അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങിയ സ്ഥലങ്ങളിൽ ഉല്ലസിക്കാൻ പോവുകയാണ്. ശരിയല്ലാതെ, മറിച്ച് ഭയത്തോടെയല്ലാതെ അതുപോലുള്ള സ്ഥലത്ത് പ്രവേശിക്കാൻ പാടില്ല. അങ്ങനെയുള്ള നമുക്കറിയാവുന്ന സ്ഥലമാണോ അവിടെ എത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക എന്താണ്? വേഗത്തിൽ കടക്കലാണ്. അവിടെ മുട്ട് വേഗം പോകും. കാരണം അല്ലാഹുവിന്റെ അദാബ്
അള്ളാഹുവിന്റെ ശിക്ഷ എത്ര ഭീകരമാണ് അതിന്റെ കാര്യം. നിസാരമാണോ? അല്ല. അള്ളാഹുവിന്റെ അജാബ് വന്നാൽ ആർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും? ഒരാൾക്കും സാധ്യമല്ല. ഈ നബിയുടെ സമുദായത്തിന്റെ, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തിന്റെ സംഭവം വിവരിച്ച ശേഷം അള്ളാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം വിവരിക്കുന്നു. സഹോദരങ്ങൾ, ആ കഴിഞ്ഞ ഉമ്മത്തിൽ വലിയ പാഠങ്ങൾ നമുക്കുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അഖ്വഫു മാ അഖാഫു അലാ ഉമ്മത്തി അമലു ഖൗമി ലൂത്ത്. ലൂത്ത് നബിയുടെ സമുദായം ചെയ്ത പ്രവൃത്തിയാണ് ഞാൻ എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും ഭയപ്പെടുന്ന കാര്യം. അത് വളരെ വ്യാപകമാണ് സമൂഹത്തിൽ. നമ്മൾ നമ്മുടെ കുട്ടികളെ ഏറെ സംരക്ഷിക്കേണ്ടതുണ്ട്. അവരെ നന്നായി നമ്മൾ സൂക്ഷിക്കണം. തോന്നിയതുപോലെ രാവിലെ പറഞ്ഞയച്ച് വൈകുന്നേരം തിരിച്ചു വരുന്ന രൂപത്തിൽ ഒരു ശ്രദ്ധയുമില്ലാതെ അങ്ങനെ വിടാൻ നമുക്ക് പാടില്ല. നമ്മൾ സൂക്ഷിക്കണം. വലിയ അപകടമാണ്. വ്യഭിചാരത്തെക്കാൾ കടുത്തതാണിത്. ഒരാളെ നശിപ്പിച്ച് കളയുന്ന, അയാളുടെ ഈമാനിന്റെ പ്രകാശം ചോർത്തിക്കളയുന്ന വൃത്തികെട്ട തിന്മയാണ്. നസ്അലുല്ലാഹ ലി വലക്കും അൽ അഫ്വ വൽ ആഫിയ. വഫീ മൂസ ഇദ് അർസൽനാഹു ഇലാ ഫിർഔന ബിസുൽത്താനിൻ മുബീൻ. വഫീ മൂസ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ, ഇദ് അർസൽനാഹു, നാം ആ മൂസ നബിയെ അയച്ചപ്പോൾ, ഇലാ ഫിർഔന, ഫിർഔനിലേക്ക്, ബിസുൽത്താനിൻ മുബീൻ, വ്യക്തമായ തെളിവുമായി. അഥവാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നമുക്ക് ആയത്തുണ്ട്, നമുക്ക് തെളിവുണ്ട്. മൂസാ നബിയുടെ സംഭവത്തിൽ നമുക്ക് ഗുണപാഠമുണ്ട്. മൂസാ നബി അള്ളാഹു ഫിർഔൻ എന്ന ധിക്കാരിയുടെ, താഗിയത്തായവന്റെ, ഞാനാണ് റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞവന്റെ അരികിലേക്ക് അയച്ചു. ബിസുൽത്താനിൻ മുബീൻ, വ്യക്തമായ തെളിവുമായി. മൂസാ നബിക്ക് അള്ളാഹു വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. മൂസാ നബിയുടെ കയ്യിലെ വടി അത് താഴെയിട്ടാൽ അത് വലിയൊരു പാമ്പായി തീരുമായിരുന്നു. ആ ജനങ്ങൾ സിഹറിൽ മുന്നേറിയ മായാജാലം, മാജിക് പോലെയുള്ള പ്രവർത്തനങ്ങൾ അവരിൽ വ്യാപകമായിരുന്നു. അപ്പോൾ അതിനെ എല്ലാം പരാജയപ്പെടുത്തുന്ന മഹത്തായ ഒരു ദൃഷ്ടാന്തവുമായിട്ടാണ് അള്ളാഹു മൂസാ നബി അയച്ചത്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ചികിത്സാ മുറകൾ, അതിൽ അവർ കുറെ മുന്നേറിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട അതിനെല്ലാം കവച്ചു വെക്കുന്ന മഹത്തായ ആയത്തുമായിട്ടാണ് അള്ളാഹു ഈസാ നബി അയച്ചത്. വെള്ളപ്പാണ്ടുള്ള, കാഴ്ചയില്ലാത്ത ആളുകളെ ഈസാ നബി തന്റെ കൈകൊണ്ട് തടവുമ്പോൾ അവർക്ക് അള്ളാഹുവിന്റെ അനുമതിയോടെ സുഖപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് മസീഹ് എന്ന പേര് വന്നത്. തടവുന്ന, മായ്ച്ചു കളയുന്ന ആൾ. എന്നാൽ ദജ്ജാലിന് മസീഹു ദജ്ജാൽ എന്ന് പറഞ്ഞത് അവന്റെ കണ്ണ് മായ്ക്കപ്പെട്ടിരിക്കുന്നു. മസഹ എന്ന് പറഞ്ഞാൽ തടവുക, മായ്ച്ചു കളയുക എന്നൊക്കെയാണ് അർത്ഥം. ഒന്ന് മസീഹുൽ ഹിദായത്താണ്, മറ്റേത് മസീഹു ദലാലത്താണ്. മസീഹുൽ ഹിദായ, ഹിദായത്തിന്റെ മസീഹാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം. ദലാലത്തിന്റെ, ദുർമാർഗത്തിന്റെ, വഴികേടിന്റെ മസീഹാണ് ദജ്ജാൽ. ഖിയാമത്ത് നാളെടുത്താൽ മസീഹു ദലാലത്ത് വരും, മസീഹുൽ ഹിദായത്ത് വന്ന് മസീഹു ദലാലത്തിനെ കൊലപ്പെടുത്തും. അള്ളാഹു അങ്ങനെയാണ് ഖിയാമത്തിന് മുമ്പുള്ള സംഭവങ്ങളായി നിശ്ചയിച്ചിട്ടുള്ളത്. ഫതവല്ല ബിറുക്നിഹി വഖാല സാഹിറുൻ ഔ മജ്നൂൻ. മൂസാ നബി ഇങ്ങനെയുള്ള മഹത്തായ തെളിവുകളുമായി ഫിറഔനിന്റെ അരികിലേക്ക് ചെന്നു. വടിയിട്ടാൽ അത് വലിയ പാമ്പാകുമായിരുന്നു. മൂസാ നബിയുടെ കൈ തന്റെ കക്ഷത്തിലേക്ക് പ്രവേശിപ്പിച്ച് പുറത്തെടുത്താൽ അത് വെട്ടിത്തിളങ്ങുമായിരുന്നു. ഫതവല്ല ബിറുക്നിഹി വഖാല സാഹിറുൻ ഔ മജ്നൂൻ. ഫതവല്ല, ഫിറഔൻ തിരിഞ്ഞു കളഞ്ഞു. ബിറുക്നിഹി, അവന്റെ ശക്തിയുമായി. അവന്റെ സൈന്യവും ആളുകളെയും കൊണ്ട് ഈമാൻ സ്വീകരിക്കാതെ തിരിഞ്ഞു കളഞ്ഞു. അവനതിൽ അഹങ്കരിച്ചു. വഖാല, എന്നിട്ട് അവൻ മൂസാ നബിയെ കുറിച്ച് പറയുകയാണ്, സാഹിർ, ഇത് സാഹിറാണ്, ഇത് മായാജാലം കാണിക്കുന്ന ആളാണ്. ഔ, അല്ലെങ്കിൽ മജ്നൂൻ, ഭ്രാന്തനാണ്. നബിമാരെല്ലാം കേൾക്കേണ്ടി വന്ന മോശമായ വാക്കുകളിൽ ചിലതാണിത്. സാഹിർ, ജാലവിദ്യക്കാരൻ. മജ്നൂൻ, ഭ്രാന്തൻ, ജിന്നു ബാധിച്ച ആൾ, പിശാച് ബാധിച്ച ആൾ. ഇങ്ങനെയൊക്കെയാണ് അള്ളാഹുവിന്റെ നബിമാരെ ഇതുപോലുള്ള കുത്തുവാക്കുകളുമായാണ് ആളുകൾ എതിരേറ്റത്. فأخذناه وجنوده فنبذناهم في اليم وهو مليم. അള്ളാഹു മുൻകഴിഞ്ഞ ഈ സമുദായങ്ങളുടെ ചരിത്രം
ഖുർആനിൽ പല ആയത്തുകളിൽ ദീർഘമായി വിശദീകരിക്കപ്പെട്ട സംഭവങ്ങളിൽ ചിലത് ഈ സൂറത്തിൽ ചുരുക്കി പറയുന്നു. ഫഅഖദ്നാഹു, നാം അവനെ പിടികൂടി, വജുനൂദഹു, അവന്റെ സൈന്യങ്ങളെയും, ഫനബദ്നാഹും, എന്നിട്ട് നാം അവരെ എറിഞ്ഞു കളഞ്ഞു, ഫിൽ യമ്മി, കടലിലേക്ക്, വഹുവ മുലീം, അവനാണ് ആക്ഷേപാർഹൻ, അല്ലാഹു അല്ല, അവനാണ് ആക്ഷേപത്തിനർഹൻ, അവനാണ് വൃത്തികേട് പ്രവർത്തിച്ചത് ഫിർഔൻ. നോക്കൂ അല്ലാഹുവിന്റെ പ്രയോഗം, ഫഅഖദ്നാഹു, നാം അവനെ പിടിച്ചു, വജുനൂദഹു, അവന്റെ സൈന്യങ്ങളെയും, ഫനബദ്നാഹും, എന്നിട്ട് നാം അവരെ എറിഞ്ഞു കളഞ്ഞു, ഫിൽ യമ്മി, കടലിൽ, വഹുവ മുലീം, അവൻ തന്നെയാണ് ആക്ഷേപാർഹൻ. അല്ലാഹു മൂസാ നബിയെയും കൂട്ടരെയും കടൽ പിളർത്തി രക്ഷപ്പെടുത്തി മിസ്റിൽ നിന്ന്. എന്നാൽ ഫിർഔനെയും കൂട്ടരെയും പിന്നാലെ വന്ന അവരെ അല്ലാഹു ആ കടലിൽ മുക്കി നശിപ്പിച്ചു. പർവ്വതങ്ങൾ കണക്കെ ഇരുവശത്തേക്കും മാറി നിന്നിരുന്ന കടൽ ഫിർഔനും കൂട്ടരും അതിലേക്ക് പ്രവേശിച്ചപ്പോൾ വീണ്ടും പഴയപടിയായി. അവരെ അല്ലാഹു മുക്കിക്കൊന്നു. ആരും അവരെ സഹായിക്കാനുണ്ടായിട്ടില്ല. അതാ മറ്റൊരു സമുദായത്തെക്കുറിച്ച് അല്ലാഹു പറയുന്നു, വഫീ ആദിൻ, ആദ് സമുദായത്തിലും, അതിലും നിങ്ങൾക്ക് പാഠങ്ങളുണ്ട്. ആരാണ് ആദ് സമുദായം? ഇദ് അർസൽന അലൈഹിം റീഹൽ അഖീം, ഇദ് അർസൽന, നാം അയച്ചപ്പോൾ, അലൈഹിം, അവർക്കുമേൽ, അർരീഹ, ഒരു കാറ്റിനെ, അൽ അഖീം, എങ്ങനത്തെ കാറ്റാണത്? അഖീമായ കാറ്റാണ്. നേരത്തെ ഇബ്രാഹിം നബിയുടെ ഭാര്യ സാറ പ്രയോഗിച്ച വാക്കിൽ അജൂസുൻ അഖീം, ഞാൻ അഖീം, പ്രസവിക്കാത്ത വന്ധ്യയായ എന്ന അർത്ഥമാണ് അഖീമിന്. അഖീം എന്ന് പറഞ്ഞ ഇവിടെ അർത്ഥം ഒരു നന്മയും ഉണ്ടാക്കാത്ത, ഒരു നന്മയും ഈ കാറ്റിന്റെ ഫലമായി ഉണ്ടാവുകയില്ല. പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ? നാശം മാത്രം, നശിപ്പിക്കുക മാത്രമേ ഉള്ളൂ. കാറ്റുകൊണ്ടൊരു ഖൈറില്ല. കാറ്റടിക്കുമ്പോൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ കാറ്റടിക്കുമ്പോൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വഖൈറ മാ ഫീഹ വഖൈറ മാ ഉർസിലത് ബിഹി വഅഊദു ബിക മിൻ ശർരിഹ വശർരി മാ ഫീഹ വശർരി മാ ഉർസിലത് ബിഹി. അല്ലാഹു ഇതിന്റെ ഖൈറിനെ, നന്മയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇതിലുള്ള നന്മയെ, ഇതേതൊരു നന്മക്ക് വേണ്ടിയാണ് അയക്കപ്പെട്ടത്, അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. നേരെ തിരിച്ച് ഇതിന്റെ ഷർറിൽ നിന്ന്, ഇതിന്റെ കെടുതിയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഇതിന്റെ അകത്തെന്ത് ഷർറാണോ ഉള്ളത് അതിൽ നിന്നും രക്ഷ തേടുന്നു. ഇതേതൊരു ഷർറുമായിട്ടാണോ അയക്കപ്പെട്ടത് അതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഈ കാറ്റാകട്ടെ അതിൽ ഖൈറില്ല, ഷർറ് മാത്രമേ ഉള്ളൂ. ആദ് സമുദായം എന്നാൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം വന്ന സമുദായമാണ്. അവരിലേക്കാണ് അല്ലാഹു ഹൂദ് നബിയെ അലൈഹി സ്വലാത്തു വസ്സലാം നിയോഗിച്ചത്. വലിയ ശക്തരായ ആളുകളായിരുന്നു. وأما عاد فاستكبروا في الأرض بغير الحق وقالوا من أشد منا قوة. അള്ളാഹു അവരെ കുറിച്ച് ചോദിച്ചു, അവരെ കുറിച്ച് പറഞ്ഞു, ആദ് സമുദായം അവർ ഭൂമിയിൽ അഹങ്കരിച്ചു. അവർ ചോദിച്ചു, ആരുണ്ട് ഞങ്ങളെക്കാൾ ശക്തിയുള്ളവർ, ഞങ്ങളെക്കാൾ പുരോഗമിച്ചവർ? ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ ഞങ്ങളെക്കാൾ ശക്തിയുള്ളവർ ആരുണ്ട്? അള്ളാഹു പറഞ്ഞു, അവർക്കറിയില്ലേ, അന്നല്ലാഹ അല്ലദീ ഖലഖഹും ഹുവ അശദ്ദു മിൻഹും ഖുവ്വ, അവരെ പടച്ച അള്ളാഹുവിന് അവരെക്കാൾ ശക്തിയുണ്ടെന്ന് അവർക്കറിയില്ലേ എന്ന് അള്ളാഹു ചോദിച്ചു. അങ്ങനെയുള്ള അഹങ്കാരികളായ വലിയ ശരീരമുള്ള ആളുകളാണ്. അതല്ല ഈ കാറ്റ് വന്ന് വീണ് കിടക്കുമ്പോ ഈത്തപ്പനത്തടികൾ പോലെ എന്നാണ് അള്ളാഹു അവരെ വിശേഷിപ്പിച്ചത്. ما تذر من شيء أتت عليه إلا جعلته كالرميم. ആ കാറ്റിന്റെ പ്രത്യേകത എന്താണ്? മാ തദറു, അത് വിട്ടേക്കുകയില്ല, മിൻ ഷൈഇൻ, ഒന്നിനെയും, അതത് അലൈഹി, കാറ്റ് അവിടെ എത്തിയിട്ടുണ്ടോ കാറ്റ് അതിനെ വിടുകയില്ല, ഇല്ലാ ജഅലത്ഹു, അതിനെ ആക്കി തീർക്കാതെ, കർറമീം. എന്താണ് റമീം എന്ന് പറഞ്ഞാൽ? കശൈഇൽ ഹാലികിൽ ബാലി. ഇബ്നു കസീർ പറയുന്നു, നശിച്ചുപോയ, ദ്രവിച്ചുപോയ ഒരു കാര്യം നശിച്ച് ദ്രവിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ ആക്കിയിരിക്കും. ആ കാറ്റ് എവിടെ കടന്നുപോയോ അതിനെ നശിപ്പിക്കാതെ, നശിച്ച് ദ്രവിച്ചതാക്കി തീർക്കാതെ കാറ്റ് വിടുകയില്ല. അങ്ങനെയുള്ള കടുത്ത ശക്തിയുള്ള അള്ളാഹുവിന്റെ ശിക്ഷയായി വന്ന കാറ്റാണ്. അള്ളാഹുവിന്റെ സൈന്യം അത്
ഏതൊക്കെ ഇനമുണ്ട് എന്ന് അവനല്ലാതെ അറിയുകയില്ല. വഫീ സമൂദ, മറ്റൊരു സമുദായത്തെക്കുറിച്ച് അവൻ പറയുന്നു, വഫീ സമൂദ, സമൂദ് ഗോത്രത്തിലും നിങ്ങൾക്ക് ഗുണപാഠങ്ങളുണ്ട്. ഇദ് ഖീല ലഹും, അവരോട് പറയപ്പെട്ടപ്പോൾ, തമത്തഉ, നിങ്ങൾ സുഖിച്ചോളൂ, ഹത്താ ഹീൻ, ഒരവധി വരെ. സമൂദ് ഗോത്രം എന്നാൽ ആദ് സമുദായത്തിന് ശേഷം വന്നവരാണ് സമൂദ് ഗോത്രം. അവരിലേക്ക് അള്ളാഹു അവന്റെ മഹാനായ റസൂൽ സാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിയോഗിച്ചു. അഹങ്കാരികളായ ആ വിഭാഗം സാലിഹ് നബിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് തെളിവ് വേണം. ഒരൊട്ടകത്തെ അവരാവശ്യപ്പെട്ടത് പ്രകാരം അള്ളാഹു ഒരു പാറക്കെട്ടിലെ ചെറിയ വിടവിൽ നിന്ന് വലിയൊരൊട്ടകത്തെ അവർക്ക് ദൃഷ്ടാന്തമായി കൊണ്ടുകൊടുത്തു. അതിന് വെള്ളം കുടിക്കാനുള്ള ദിവസമുണ്ട്. അന്ന് അവർ കുടിക്കാൻ പാടില്ല, അവർക്ക് അതിന്റെ പാല് കുടിക്കാം. അതേസമയം അവർ വെള്ളം കുടിക്കുന്ന ദിവസമുണ്ട്. അന്ന് ഒട്ടകം അത് വരികയില്ല, അതിന് ഉപദ്രവിക്കാൻ പാടില്ല, അള്ളാഹുവിന്റെ ശിക്ഷ വരും എന്ന് പറഞ്ഞു. എന്നാൽ അവരിലെ ധിക്കാരിയായ ഒരുവൻ അതിനിറങ്ങി പുറപ്പെട്ടു. അവർ ഗൂഢാലോചന നടത്തി. ഒരുവൻ വന്നു, അതിനറുത്ത് കളഞ്ഞു. അവരോട് പറഞ്ഞു, 3 ദിവസം നിങ്ങൾക്ക് സമയമുണ്ട്. 3 ദിവസം അവസാനിക്കുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വരും. 4ാമത്തെ ദിവസം അതാ വരികയാണ്. ഫഅതൗ അൻ അംരി റബ്ബിഹിം, അള്ളാഹു പറയുന്നു ഫഅതൗ, അങ്ങനെ അവർ അതിരുവിട്ടു. അൻ അംരി റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ കൽപ്പന ധിക്കരിച്ചവർ അതിരുവിട്ടു. ഫഅഖദത്ഹും, അപ്പോൾ അവരെ പിടികൂടി. അസ്സായിഖതു, സായിഖത്ത് എന്നാൽ ഒരു ഘോര ശബ്ദം. വഹും യൻദുറൂൻ, അവർ നോക്കിക്കൊണ്ടിരിക്കെ ഒരു ഘോര ശബ്ദം അവരെ പിടികൂടി. തഫ്സീറുകളിൽ കാണാം, ആ കടുത്ത ശബ്ദം കേട്ടതോടെ ഹൃദയത്തിനുള്ളിൽ, നെഞ്ചുകൾക്കുള്ളിലുണ്ടായത് അവരുടെ ഹൃദയം അതിന്റെ സ്ഥാനത്ത് നിന്ന് അറ്റുവീണു എന്നാണ്. അത്രയും കടുത്ത ശബ്ദമാണത്. ഫമസ്തതാഉ മിൻ ഖിയാമിൻ, അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചില്ല. വമാ കാനൂ മുൻതസിരീൻ, അവർക്ക് സ്വയം പ്രതിരോധിച്ച് സ്വയം രക്ഷപ്പെടാനും സാധിച്ചില്ല. വലിയ ശക്തി ഉണ്ടായിരുന്ന ആളുകൾ, പാറകൾ തുരന്ന് വീടുണ്ടാക്കിയ ആളുകളാണ്. പർവ്വതങ്ങൾ തുരന്ന് വീടുണ്ടാക്കിയ അത്രയും ശക്തരായ ആളുകൾ, വലിയ ഭീമാകാരന്മാരായ ആളുകൾ. ഫമസ്തതാഉ മിൻ ഖിയാമിൻ, എഴുന്നേറ്റ് നിൽക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല. വമാ കാനൂ മുൻതസിരീൻ, സ്വന്തത്തെ സഹായിക്കാൻ, സ്വന്തത്തെ പ്രതിരോധിച്ച് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും അവർക്ക് കഴിഞ്ഞില്ല. എന്നിട്ട് അല്ലാഹു മറ്റൊരു സമുദായത്തെ ഒരായത്തിൽ വിവരിക്കുന്നു. വഖൗമ നൂഹിൻ മിൻ ഖബ്ൽ, നൂഹ് നബിയുടെ സമുദായവും മിൻ ഖബ്ൽ, അതിനു മുൻപേ. ഇന്നഹും കാനൂ, തീർച്ചയായും അവരായിരുന്നു, ഖൗമൻ ഫാസിഖീൻ, ധിക്കാരികളായ, അള്ളാഹുവിനെ അവന്റെ കൽപ്പനകളെ ധിക്കരിച്ച ഒരു വിഭാഗമായിരുന്നു. അള്ളാഹു അവരെ മുഖ്യ നശിപ്പിച്ചു. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ സൈന്യം അതെത്ര വൈവിധ്യമാണ്. അള്ളാഹു അവൻ ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞവരുണ്ട്, മുക്കി നശിപ്പിച്ചവരുണ്ട്, കാറ്റുകൊണ്ട് നശിപ്പിച്ചവരുണ്ട്, ഘോര ശബ്ദം കൊണ്ട് അവൻ ഒടുക്കി തീർത്തവരുണ്ട്. അതുപോലെ ലൂത്ത് നബിയുടെ സമുദായത്തെ, ആ ഗ്രാമത്തെ ഒന്നാകെ എടുത്തു മുകളിലേക്ക് കൊണ്ടുപോയി, എന്നിട്ട് മറിച്ചിട്ടു. ശേഷം അവർക്കുമേൽ തീക്കല്ലുകൾ അവരുടെ നേരെ അയച്ചു. അള്ളാഹു അവന്റെ സൈന്യം, വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, അവന്റെ സൈന്യത്തെ അവനല്ലാതെ അറിയുകയില്ല. അവന്റെ സൈന്യമാണ്, അവന്റെ സൈന്യം പലതുണ്ട്. അവൻ പലതുകൊണ്ട് പലതും അവൻ ശിക്ഷയാക്കി മാറ്റിയേക്കാം. നമുക്ക് സന്തോഷമുള്ള പല കാര്യങ്ങളും അവൻ ശിക്ഷയാക്കി തീർത്തേക്കാം. അതുപോലെ ഈ കഴിഞ്ഞ സമുദായങ്ങൾ, നൂഹ് നബിയുടെ സമുദായം, ആദ്, സമൂദ് ഗോത്രങ്ങൾ, മൂസാ നബിയുടെ സമുദായം, ഇതെല്ലാം തെളിവാണ്. എന്തിനുള്ള തെളിവാണ്? അള്ളാഹു മാത്രമാണ് ഇലാഹ്. അവന്റെ റസൂലുകൾ പറഞ്ഞത് സത്യമാണ്, അവരനുസരിക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഉണ്ടാകും. അള്ളാഹു കൽപ്പിച്ച, അവൻ പഠിപ്പിച്ച കാര്യങ്ങൾ അത് സത്യമാണ്. ഈ ദീൻ സത്യമാണ്. അതിനുള്ള തെളിവാണ് ഈ കഴിഞ്ഞ സമുദായങ്ങൾ. കാരണം എന്താ? അവരുടെ ചരിത്രം ഒരാൾക്കും നിഷേധിക്കാൻ സാധ്യമല്ല. നൂഹ് നബി കഴിഞ്ഞുപോയിട്ടുണ്ട്, ആദ്, സമൂദ് ഗോത്രങ്ങൾ, ലൂത്ത് നബിയുടെ സമുദായം, ഫിർഔൻ, ഇതുപോലെ മുൻകഴിഞ്ഞ ഏത് ഗോത്രങ്ങളുണ്ടോ ഇവരുടെ ചരിത്രം മനുഷ്യർക്ക് നിഷേധിക്കാൻ സാധിക്കാത്തതാണ്. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, ആരെങ്കിലും അതൊന്നും ഇല്ലാന്ന് ഒരുവൻ പറഞ്ഞാൽ അവൻ ആരെ പോലെയാണ്?
ഒരാൾ പറയാണ് അങ്ങനെ ഒരു സമുദായം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അവൻ താൻ കാണാത്തൊരു നാട് അതില്ല എന്ന് പറയുന്ന ആളാണ്. ഒരാൾ ഇവിടെ നിന്നിട്ട് പറഞ്ഞു അമേരിക്ക എന്ന് പറയുന്ന നാടില്ല. എന്താ കാരണം? ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാലും കണ്ടാവും. അതേപോലെ പ്രസിദ്ധരായ പല ഭരണാധികാരികളുമുണ്ട്, മുമ്പ് കഴിഞ്ഞുപോയ പല രാജ്യങ്ങളുടെ തലവന്മാർ, രാജാക്കന്മാർ. ഒരാൾ ഇവിടുന്ന് പറയുന്നു അങ്ങനെ പ്രസിദ്ധനായ ഒരാളെ കുറിച്ച് പറയുകയാണ്. എന്ത്? അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരാള് മുമ്പുണ്ടായിട്ടില്ല. ഒരാൾ പറയുന്നത് ഫൈസൽ രാജാവ് അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടില്ല, സൗദി അറേബ്യയിലെ ഭരണാധികാരിയായിരുന്നു. അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടില്ല. എന്താ കാരണം? ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എന്നതുപോലെയാണ് ഈ കഴിഞ്ഞ മുൻ സമുദായങ്ങളെ അള്ളാഹു ശിക്ഷിച്ചവരുണ്ടായിരുന്നില്ല എന്ന് പറയുന്നവൻ അത്രയും വ്യക്തവും മനുഷ്യർ പൊതുവെ അംഗീകരിച്ചു വന്ന കാര്യവുമാണ് അങ്ങനെ സമുദായം ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് വളരെ അറിയപ്പെട്ട കാര്യമാണ്. അത് അള്ളാഹുവിന്റെ ദീൻ ഹക്കാണ് എന്നതിനുള്ള മഹത്തായ തെളിവുകളിൽ ഒന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹു അവന്റെ കിതാബിൽ ആവർത്തിച്ച് അവരുടെ ചരിത്രം വിവരിച്ചിട്ടുള്ളത്. അവരുടെ കഥയിൽ, അവരുടെ ചരിത്രത്തിൽ ബുദ്ധിയുള്ളവർക്ക് ഗുണപാഠമുണ്ട്. മുഅ്മിനുകൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവരാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം. വല്ലാഹു തആല അലം വസല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.